സാഹിത്യ പബ്ലിക്കേഷൻസിന്റെ കെ ഹസീനയുടെ പ്രഥമ കവിതാ സമാഹാരം പല കാലങ്ങളിൽ ഒരു പുഴ പ്രകാശനം ചെയ്തു. സാഹിത്യ വിമർശകൻ കൽപ്പറ്റ നാരായണനിൽ നിന്നും കവി വീരാൻകുട്ടി പുസ്തകം ഏറ്റുവാങ്ങി. സാഹിത്യ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച കെ ഹസീനയുടെ പ്രഥമ കവിതാ സമാഹാരം പല കാലങ്ങളിൽ ഒരു പുഴ കവിയും സാഹിത്യ വിമർശകനുമായ കൽപ്പറ്റ നാരായണൻ പ്രകാശനം ചെയ്തു. കവി വീരാൻകുട്ടി പുസ്തകം ഏറ്റുവാങ്ങി. സർഗാത്മകത കൂടുതൽ ശക്തിപ്പെട്ടത് കോവിഡ് കാലത്താണെന്നും സാമൂഹിക മാധ്യമങ്ങളുടെ വരവ് സാഹിത്യ സദസ്സുകളെ സമ്പന്നമാക്കിയെന്നും കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. കവിതകൾ, കഥകൾ, ഷോർട്ട് ഫിലിം, തമാശകൾ ഇതെല്ലാം ഷെയർ ചെയ്യപ്പെട്ട ഒരു കാലമായിരുന്നു കോവിഡ്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫലവും നമ്മൾ അനുഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ സമ്പന്നമായ ഒരു സദസ്സിന് മുമ്പിലിരുന്ന് കവിതയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടാകുന്നത് ഈ കോവിഡ് കാലത്തിൻ്റെ ഒരു ഫലമായിരുന്നു എന്ന്. നോവലിസ്റ്റ് ഡോക്ടർ ഖദീജ മുംതാസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. എഴുത്തുകാരൻ സുദീപ് തെക്കേപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. അധ്യാപകൻ ആർ ഷിജു പുസ്തകം പരിചയപ്പെടുത്തി. കൈരളി വേദി ഹാളിൽ നടന്ന ചടങ്ങിൽ കവി പൂനൂർ കരുണാകരൻ, കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് ചെറുവറ്റ അംഗം അഡ്വക്കേറ്റ് നൂറുദ്ദീൻ, ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ പി കെ മനോഹരൻ, സാമൂഹിക പ്രവർത്തകൻ ബൈജു മേരിക്കുന്ന്, CBSE മലയാളം അധ്യാപക കൂട്ടായ്മയായ മാംബുവിന്റെ പ്രസിഡന്റ് കരുണാകരൻ TP, കഥാകൃത്ത് ജ്യോതിഷ് KV, ഓർച്ചാഡ് ഇന്ത്യ സെക്രട്ടറി മണിരാജ് കുറിയേരി, അധ്യാപിക രമ, ഹൈറേസ് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി BBC നായർ, സംഗീത് NS, കെ ഹസീന എന്നിവർ സംബന്ധിച്ചു. സാഹിത്യ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ അധ്യാപികയാണ് കെ ഹസീന. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.